എന്തിനാണ് ജിമ്മ്, എന്തിനാണ് ഡയറ്റ്? ഞാനൊരു 30 ഡേയ്സ് ചാലഞ്ച് അനൗൺസ് ചെയ്തപ്പോൾ എൻ്റെ ഗോള് വെയിറ്റ് ലോസ് ആണെന്ന് പലരും അസംഷൻ ചെയ്തു. പക്ഷെ ഒരു വീഡിയോയിൽ പോലും വെയിറ്റ് ലോസ് എന്നുള്ളൊരു വാക്ക് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. എന്നാൽ ഞാൻ ഇപ്പം പറയാം, എൻ്റെ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വോണ്ട് ടു ബി കൺസിസ്റ്റന്റ്. സഡൻലി ഒരു ദിവസം രാവിലെ എണീറ്റ് എനിക്ക് കൺസിസ്റ്റന്റ് ആവണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. സോ ഒരു 30 ഡേയ്സ് ചാലഞ്ച് അനൗൺസ് ചെയ്ത് ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കുണ്ടാവുന്ന ആ മോട്ടിവേഷൻ എന്നെ കൺസിസ്റ്റന്റ് എന്ന് പറയുന്ന ഗോളിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി ഈ 30 ഡേയ്സ് ചാലഞ്ചിൽ എനിക്കൊരു 2 ഡേയ്സ് ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന എൻ്റെ ഗോളിലേക്ക് കൊണ്ടുപോകുന്ന മോട്ടിവേഷൻ ആയിട്ടുള്ള എൻ്റെ വീഡിയോസിലാണ് 2 ഡേയ്സ് ഗ്യാപ്പ് വന്നത്. സോ ഇനി ഞാൻ ആ ചാലഞ്ച് ചെയ്യണമെങ്കിൽ ഡേ 1 തൊട്ട് തന്നെ എഗെയിൻ സ്റ്റാർട്ട് ചെയ്യണം. ഒരു കാര്യം ചെയ്യണമെന്ന് കരുതി അത് എക്സിക്യൂട്ടഡ് ആയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടാതെ മുന്നോട്ട് തന്നെ പോകണം. എന്തൊരു കാര്യത്തിൽ നമ്മൾ ഫെയിൽ ആവുകയാണെങ്കിലും അത് നേടിയെടുക്കാനുള്ള ശ്രമത്തിൽ നമ്മൾ ഫെയിൽ ആവരുത്. അറിവിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഡെയിലി എക്സിക്യൂഷൻ എന്നല്ല കേട്ടോ. ഒരു ദിവസം നമ്മൾ ഫെയിൽ ആയാലും അയ്യോ പോയേ എന്ന് പറയാതെ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു ഗിൽറ്റി ഇല്ലാതെ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് കൺസിസ്റ്റൻസി. സോ ഞാൻ ഡേ 1 തൊട്ട് ഒന്നും കൂടെ അത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണേ. തളരരുത് രാമൻകുട്ടി. നിങ്ങളുടെ ഒപ്പീനിയൻസും വിമർശനവും ഞാൻ കമന്റ് ബോക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാക്കി നാളെ